തന്നെ എല്ലാ ആളും ഒന്ന് ചേർന്ന് നിന്നതാണ്. കുട്ടികളുടെ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിനൊരു അധ്യാപിക തന്നെ നേതൃത്വം കൊടുക്കുക. കയ്യേറ്റം ചെയ്ത് ഞങ്ങളതിനെ മാറ്റി നിർത്താമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ ശക്തമായി മത്സരരംഗത്ത് തന്നെയുണ്ടാകും. നമസ്കാരം. സംസ്ഥാന റവന്യൂ ജില്ലാ കലോത്സവം നടക്കുകയാണ്. ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ഒരു വേദിയായ CSS സ്കൂളിൽ വെച്ചിട്ട് രണ്ട് ഭാഗം അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഒരു വിഭാഗം ആൾക്കാർ മറ്റൊരു വിഭാഗത്തെ ആക്രമിച്ചു എന്നാണ് പറയാനുള്ളത്. എൻ്റെ കൂടെ നിൽക്കുന്ന ദേവദത്തനാണ്. ദേവദത്തൻ്റെ തലയിൽ 5 സ്റ്റിച്ചുണ്ട്. അധ്യാപകരുണ്ട് കൂടെ. ദേവദത്തൻ എന്താ സംഭവിച്ചത്? റിസൾട്ട് അറിയിച്ചതും അവരാക്രമിക്കുകയായിരുന്നു. എന്തിൻ്റെ റിസൾട്ടായിരുന്നു? പരിചയമുട്ടിൻ്റെ റിസൾട്ട്. എന്നിട്ട് അപ്പം കസേരയൊക്കെ ഇട്ട് അടിച്ച് തല പൊട്ടി ഇവിടെ KTCT ആശുപത്രി കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് പിന്നെ ഇവിടെ മൊഴിയെടുക്കാൻ കൊണ്ടുവന്നു. നിങ്ങൾ ഇതിന് മുന്നേ നിങ്ങൾ തമ്മിൽ പിന്നെ ഇവർ മുമ്പ് ഇതുപോലെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നായിരുന്നു പ്രശ്നം ഉണ്ടാക്കുക. അന്ന് പിന്നെ പോലീസൊക്കെ വന്ന് പിന്നെ ഞങ്ങളെല്ലാം അങ്ങ് പോയി. പക്ഷെ ഇന്ന് ഇവരെ അടിക്കണം എന്ന് കരുതി തന്നെ എല്ലാ ആളും ഒന്ന് ചേർന്ന് നിന്നതാണ്. അത് മാത്രമല്ല, ഇന്നലെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവർ ഭീഷണിയിട്ടല്ലേ? ഭീഷണിയിട്ടിരുന്നു. അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ, അത് കണ്ട ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഇന്ന് അടിക്കും, ഫസ്റ്റ് കിട്ടിയാണെങ്കിൽ ഇന്ന് അടിക്കും എന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആർക്കൊക്കെ ഫോണിലേക്ക് മെസ്സേജ് വന്നെന്ന് പറഞ്ഞു അടിക്കുമെന്നല്ലേ? കാരണം പൂരക്കളി ഇതേപോലെ ഫസ്റ്റ് അടിച്ച് അപ്പോൾ അതിൻ്റെ ആൾക്കാരും ഇതിൻ്റെ ആൾക്കാരും നമ്മൾ അടിക്കും എന്ന രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പൂരക്കളിക്കാരെ അവിടെ കണ്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ആണോ? എന്നാലും പിന്നെ അദ്ദേഹത്തിൻ്റെ അധ്യാപകനൊപ്പം ചേരുകയാണ്. സാറേ, ഇത് മുൻകൂട്ടി ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്ന് വ്യക്തമാണ്. അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ 2023 ആറ്റിങ്ങൽ വെച്ച് കലോത്സവം നടക്കുമ്പോഴും അന്ന് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി പരിചയമുട്ട് SK സ്കൂളിനാണ് ഫസ്റ്റ് കിട്ടിയത്. അന്നും ഇതേപോലെ ഇവർ ഭയങ്കര പ്രശ്നം ഇവിടെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് 2024 കലോത്സവം നടന്നപ്പോഴത്തേക്കും ഈ നമ്മുടെ ഹൈസ്കൂൾ അവർക്ക് പ്രൈസ് കിട്ടി, ഹയർ സെക്കൻഡറി നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഹൈസ്കൂൾ അവർക്ക് കിട്ടിയപ്പോൾ ജഡ്ജ്മെൻറ്റ് ഓക്കെ ആയിരുന്നു, ഹയർ സെക്കൻഡറി ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ജഡ്ജ്മെൻറ്റ് മോശമാണെന്ന് പറഞ്ഞ് കുട്ടികൾ അടിക്കാൻ വന്ന് അന്ന് നാട്ടുകാർ പിന്നെ ഇവരെ കയ്യേറ്റം ചെയ്ത് അങ്ങ് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. ഇപ്പം വീണ്ടും 2025 വന്നപ്പോൾ കുട്ടികൾക്ക് നേരെ കായികമായ വലിയ ആക്രമണമാണ്. 2 സ്കൂളുകളിലെ കുട്ടികളും അവരുടെ പരിശീലകരായിട്ടുള്ള ആളുകളുമാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുട്ടികളെ അടിക്കാൻ വേണ്ടി ഇവരുടെ എസ്കോർട്ടിംഗ് ടീച്ചർ തന്നെ ആഹ്വാനം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സ്കൂൾ കലോത്സവത്തിൽ 77 ഐറ്റങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഐറ്റത്തിൽ മത്സരിക്കുന്ന സ്കൂൾ ഞങ്ങളുടെ സ്കൂളാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ആൾറെഡി 50 റിസൾട്ട് വന്നാലും ഞങ്ങൾക്കാകെ 12 ഫസ്റ്റേ ഉള്ളൂ. ബാക്കി 38 എണ്ണത്തിനും ഫസ്റ്റ് കിട്ടാത്ത ഞങ്ങൾ ഈ മത്സരിച്ച് എല്ലാവരെയും അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കലോത്സവമൊക്കെ എവിടെ പോയി നിൽക്കും. അപ്പോൾ അത് പോട്ടെ, കുട്ടികളുടെ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിനൊരു അധ്യാപിക തന്നെ നേതൃത്വം കൊടുക്കുക. ഈ കാലാകാലങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. 2024 ഇതുപോലെ SK സ്കൂളിനെതിരായിട്ട് അവിടുത്തെ ഈ ലിറ്റിൽ ഫ്ലവറിലെ പ്രിൻസിപ്പൾ ഒരു വ്യാജ പരാതി അവിടെ കൊണ്ടുകൊടുത്ത് ജഡ്ജസിനെയൊക്കെ SK സ്കൂളുകാരാണ് ഇരുത്തിയിരിക്കുന്നത്. പക്ഷേ ഹൈസ്കൂളിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ലിറ്റിൽ ഫ്ലവറിനാണ് ഫസ്റ്റ് കിട്ടിയത്. അതോടുകൂടി അവരുടെ പരാതിയുടെ കഴമ്പ് ഒടിഞ്ഞുപോയി. അപ്പം നിരന്തരമായി ആസൂത്രിതമായ പ്രശ്നം. അവരുടെ ആവശ്യം പരിചയമുട്ടിൽ ഇടവക്കാർ മാത്രം മത്സരിച്ചാൽ മതി എന്നുള്ളതാണ്. അത് ശരിയല്ല. എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. മത്സരിച്ച് ജയിക്കുക. ഇതിൻ്റെ വിധി നിർണ്ണയിക്കുന്നതൊക്കെ അത്രയും എക്സ്പെർട്ടായിട്ടുള്ള കമ്മിറ്റികളായിരിക്കും. ആ കമ്മിറ്റികൾ അവരുടെ നല്ല അഭിപ്രായം, ആരാണോ നല്ല കളി കളിച്ചത്. ഞങ്ങൾക്ക് ഹൈസ്കൂളിലുണ്ടായിരുന്നു, ഞങ്ങളായിട്ടും തോറ്റുപോയി. ഹയർ സെക്കൻഡറിയിൽ മാത്രമാണ് ഞങ്ങൾക്ക് പ്രൈസ് വന്നത്. ഞങ്ങൾക്ക് പരാതിയില്ല ഹൈസ്കൂൾ തോറ്റയിൽ. ചിലപ്പോൾ അവരായിരിക്കും ഞങ്ങളെക്കാൾ മെച്ചപ്പെട്ട് കളിച്ചത്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഈ അടി ഉണ്ടാക്കിയ കുട്ടികളൊന്നും സ്കൂൾ വിദ്യാർത്ഥികളല്ല. ഞാൻ ആ വിഷ്വൽ കണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവരും നല്ല പ്രായമുള്ള ആൾക്കാരാണ്. അത് മാത്രമല്ല, ഈ ദേവദത്തിനെ അടിച്ച ആ പയ്യന് എൻ്റെ പടം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതവർ എനിക്ക് തന്നായിരുന്നു. അപ്പോൾ മാക്സിമം 10-25 വയസ്സുണ്ട് കണ്ടു കഴിഞ്ഞാൽ. ഇത് മത്സരങ്ങൾക്കിടയിൽ ഈ പരിശീലകർ ഇതിൻ്റെ തലേ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ഈ LF ഇടവ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റ ID ആ സ്റ്റോറി വന്നത്. നാളെ ആറ്റിങ്ങിൽ വരിക, വന്നാൽ നിങ്ങളെ ശരിപ്പെടുത്തിക്കളയും, ഇങ്ങനെയായിരുന്നു ആ സ്റ്റാറ്റസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ വാട്സപ്പിലേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജായിട്ട് നിങ്ങൾ ഒരപ്പന് പിറന്നവരാണെങ്കിൽ നാളെ വരണം, നിന്നെയൊക്കെ റെഡിയാക്കി കളയും. എടാ, ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ ചോണ ഉണ്ടെങ്കിൽ നാളെ വാ എന്ന് കുറേ വൈത്താളവും ഡയലോഗും എല്ലാം ഇവിടെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന. എന്നിട്ട് സ്റ്റോറിയിൽ എന്തിനാണ് കുറേ അങ്ങനെ ഇങ്ങനെ കുറ്റത്, പിന്നെ കമൻറ്റ് ബോക്സിൽ നിന്ന് കുറേ അപരാധിക്കാനും ഇതിനൊക്കെ അല്ലേ പറ്റൂ. ചോണയുണ്ടെങ്കിൽ നീ നാളെ വാടാറ്റ തന്തയ്ക്ക് ഇറങ്ങുന്നവനാണെങ്കിൽ നീ പൂരക്കളി കളിച്ചിറങ്ങി ആ സ്റ്റേജിൽ വാ നാളെ. നീ ചോണയുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു. ഇന്ന് ഈ വിഷയത്തിൽ ഇങ്ങനെ അടി നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ SI അദ്ദേഹം അവിടെ വന്ന് ഇവരോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ മത്സരത്തിൻ്റെ ഫലം വന്നപ്പോൾ കുട്ടികളെ ആക്രമിക്കുന്നു,
ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഈ പരിശീലകരുടെ കൂടെ വന്ന ക്രിമിനൽ സംഘങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പോലീസിനോടും നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ നോൺ ബെയിലബിൾ കേസ് എടുക്കണമെന്നാണ്. അപ്പോൾ അല്ല, കഴുത്തിന് മുകളിലേക്കുള്ള ആക്രമണമാകുമ്പോൾ ഒരിക്കലും തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. അതെ, കാരണം ഇത് മൈനർ ഇപ്പോൾ 18 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. മൈനറിൽ നിന്ന് മേജറിലേക്ക് ആവുന്നേ ഉള്ളൂ. കൊച്ചുകുട്ടിയാണ്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയാണ്. ഏറ്റവും മോശമായ ഭീകരമായ ആക്രമണമാണ്. തലയിൽ 5 തുന്നിക്കെട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ പ്രയാസകരമായ സാഹചര്യമാണ്. ഞങ്ങൾ ഒത്തിരി വളരെ ഒരു സ്കൂൾ നമുക്ക് അടച്ചിട്ടിട്ട് മുഴുവൻ അധ്യാപകർക്ക് ഇവിടെ വരാൻ പറ്റില്ല. 77 ഐറ്റങ്ങളിലായിട്ട് 212 കുട്ടികൾ ഈ 5 ദിവസമായിട്ട് മത്സരിക്കുകയാണ്. കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് സ്റ്റേജുകൾ കിടക്കുന്നത്. അവിടെ നമുക്ക് ഓടിയെത്താനാകെ പരിമിതമായ അധ്യാപകർ. അപ്പോൾ അത് ഞങ്ങൾക്ക് മത്സരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കയ്യേറ്റം ചെയ്ത് ഞങ്ങളങ്ങ് മാറ്റി നിർത്താമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ ശക്തമായി മത്സരരംഗത്ത് തന്നെ ഉണ്ടാവും. ഏതായാലും അരുതാത്തതാണ് സംഭവിച്ചത്. ഒരിക്കലും ഒരു സരസ്വതി ദേവി ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, കലാദേവിയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അക്രമത്തിൻ്റെ പാത കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഈ സാറ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു അധ്യാപികയാണ് കയറി അടിക്കട എന്ന് ആക്രോശത്തോടെ ആഹ്വാനം ചെയ്തത്. ഏതായാലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചത്. ആ കുട്ടിയെ വളരെ ക്രൂരമായി മർദ്ദിച്ചു. ഏതായാലും കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ നമ്മുടെ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുമെന്ന വിശ്വാസത്തോടു കൂടി വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.